കർത്താവിൽ ബഹുമാന്യരെ, യാക്കോബിന്റെ ലേഖന പഠനമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി യാക്കോബിന്റെ ലേഖനത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം, യാക്കോബിന്റെ ലേഖനത്തിന്റെ വിഭജനം, യാക്കോബിന്റെ ലേഖനം പഠിക്കുന്നത് മുഖാന്തരമായി നമുക്കുണ്ടാകുവാൻ പോകുന്ന ആത്മീക അനുഗ്രഹങ്ങൾ ഇത്യാദി കാര്യങ്ങൾ, ഈ പുസ്തകത്തിന്റെ മുഖ്യമായ സന്ദേശം, ഇവയെല്ലാം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ 6ാമത്തെ എപ്പിസോഡാണ്. 5ാമത്തെ എപ്പിസോഡ് മുതൽ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ ഒരു വ്യാഖ്യാനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ പരിശോധനകളെ ജീവിതത്തിൽ എങ്ങനെ വിജയകരമാക്കി തീർക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. അതിന് അനിവാര്യമായി 4 കാര്യങ്ങൾ അപ്പോസ്തലനോട് പറഞ്ഞിട്ടുണ്ട്. 1, എണ്ണുക; 2, അറിയുക; 3, സമർപ്പിക്കുക; അതുപോലെ 4, ചോദിക്കുക. അതിലാദ്യത്തെ എണ്ണുക എന്നുള്ള വിഷയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറിയുക എന്ന് പറഞ്ഞാൽ അൻ അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ്, മനസ്സിലാക്കുവാൻ കഴിയുന്ന, ഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു മനസ്സ് ഉള്ളവരായി തീരുക എന്നുള്ളതാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ പരിശോധനകൾ ഏത് നിലയിൽ അവന് ഉപകാരപ്രദമാക്കി മാറ്റാം എന്നുള്ളതാണ് ഈ വേദഭാഗത്ത് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസം എല്ലായ്പ്പോഴും പരീക്ഷിക്കപ്പെടുന്നതും പരിശോധിക്കപ്പെടുന്നതുമാണ്. വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ആ പരിശോധനയുടെ ആഴം പലപ്പോഴും നമുക്ക് വേദനാജനകമായി ഭവിക്കാറുണ്ട്. ദൈവം അബ്രഹാമിനെ വിളിച്ചത് വിശ്വാസത്താൽ പുറപ്പെടുവാൻ വേണ്ടിയാണ്, വിശ്വാസത്താൽ ജീവിക്കുവാൻ വേണ്ടിയാണ്. അവനെ ദൈവം പരീക്ഷയിൽ അകപ്പെടുത്തിയത് അവന്റെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറതാണെന്ന് അവനെ ബോധ്യപ്പെടുത്താനും ആ വിശ്വാസത്തിൽ അവനെ ഉറപ്പിക്കാൻ വേണ്ടിയും ആയിരുന്നു. വാസ്തവത്തിൽ ദൈവം നമുക്ക് പരീക്ഷകൾ അനുവദിക്കുമ്പോൾ ദി ടെസ്റ്റ് ഓൾവേസ് ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ്, നോട്ട് ദ വർസ്റ്റ്. പിശാച് നമ്മെ പരീക്ഷിക്കുമ്പോൾ നമ്മിലുള്ള മോശപ്പെട്ടതിനെ അവൻ പുറത്തു കൊണ്ടുവരും. ദൈവം നമ്മെ പരീക്ഷിക്കുമ്പോൾ നമ്മിലുള്ള ഏറ്റവും വിലപ്പെട്ടതിനെ, അല്ലെങ്കിൽ വില ഉള്ളതിനെ അത് പുറത്ത് കൊണ്ടുവന്ന് കാണിക്കും. അപ്പോൾ വാസ്തവത്തില് സാത്താനും ദൈവവും നമ്മെ പരീക്ഷിക്കുമ്പോൾ 2 വ്യത്യസ്ത ഫലങ്ങളാണ് ആ പരിശോധന കൂടി ഉണ്ടാകാറുള്ളത്. ഈ പരിശോധന അല്ലെങ്കിൽ ഈ പരീക്ഷ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പാത്രീഭവിക്കുന്നു എന്നുള്ളത് ദൈവവചനം പറയുന്നു. വാസ്തവത്തില് ഇവിടെ പറയപ്പെടുന്ന പരീക്ഷിക്കുക എന്ന വാക്ക്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, പരീക്ഷിക്കുക എന്ന വാക്കിന് ശരിയായ അർത്ഥം അംഗീകാരം നൽകുക എന്നാണ്. പത്രോസ് കുറെ കൂടെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയതാണ്, അഴിഞ്ഞു പോകുന്ന പൊന്നിനേക്കാൾ വിലയേറിയതാണ്. പൊന്ന് അത് അതിന്റെ ശരിയായ ക്വാളിറ്റിയിൽ അത് പുറത്തു വരണമെങ്കിൽ അഗ്നി പരിശോധനയിൽ കൂടി അത് ആവർത്തിച്ച് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അഗ്നി പരിശോധനയിൽ കൂടി അത് ആവർത്തിച്ച് കടന്നു പോകുമ്പോൾ ആണ് പൊന്ന് അതിന്റെ മൂല്യത്തോടി അത് പുറത്ത് വരുവാൻ ഇടയായിത്തീരുന്നത്. അതുപോലെ പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന അത് വിലയേറിയത് എന്ന് നാം അറിയണം എന്ന്. വാസ്തവത്തിൽ ദൈവം നമുക്ക് അനുവദിക്കുന്ന വിശ്വാസത്തിന്റെ പരിശോധനകളിലാണ് നമ്മുടെ വിശ്വാസത്തെ ദൈവം അപ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവം അതിനെ അംഗീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ അപ്രൂവൽ അത് വളരെ വിലപ്പെട്ടതാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയുള്ള വിശ്വാസത്തെ യഥാർത്ഥമായ വിശ്വാസം എന്നാണ് വിശുദ്ധ വേദോസം പറയുന്നത്.
ഒരു വിശ്വാസ ജീവിതത്തിലെ പരിശോധനകൾ അവന് എതിരായി വന്ന് ഭവിക്കുന്നതല്ല, അവന് ചില നേട്ടങ്ങൾ അവന്റെ ജീവിതത്തിൽ അനുവദിക്കുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന പരിശോധനകളാണ്. റോമാലേഖനം 8:28 അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടപ്പോൾ തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കപ്പെടുന്നു എന്ന് നാം അറിയുന്നു. 2 കൊരിന്ത്യർ 4:17 നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യധനം ലഭിപ്പാൻ കാരണമായി തീരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ പരിശോധനകളും എല്ലാ പരീക്ഷകളും ഈ 3 കാര്യങ്ങൾ വെളിവാകുന്നു. 1, അത് നമ്മിലുള്ള ഏറ്റവും മെച്ചപ്പെട്ടതിനെ പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കുന്നു. 2, അത് നമുക്ക് നന്മയ്ക്കായി പ്രാവർത്തികമാകുന്നു. 3, അതെന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ അത്യന്തമായ മഹത്വത്തിന് അത് മുഖാന്തരമായി ഭവിക്കുന്നു. ഇനി മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിശോധനകൾ നമ്മെ വാസ്തവത്തിൽ പക്വമതികളാക്കി തീർക്കുകയാണ്. ആത്മീക ജീവിതത്തിൽ പക്വത ഉള്ളവരാക്കി നമ്മെ തീർക്കുന്ന ആളുകളുണ്ട്, പരിശോധനകളുണ്ട്. ചില പരിശോധനകൾ ആഴമായ മുറിവ് നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നവയാണ്. എങ്കിലും അത് നമുക്ക് നന്മയ്ക്കായി ദൈവം കാരണമാക്കി തീർക്കുന്നു. നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വാസ്തവത്തില് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറതാണ് എന്നാണല്ലോ ദൈവം പറയുന്നത്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് റോമർ 5:3-4 വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നു. ബൈബിളില് സഹിഷ്ണുത എന്ന് പറയുന്നത് ഒരു പാസീവ് അക്സെപ്റ്റൻസ് ഓഫ് സർക്കംസ്റ്റൻസ് അല്ല. ജീവിത സാഹചര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, പാസീവായിട്ട് ഇങ്ങനെ സ്വീകരിക്കുന്ന ഒന്നല്ല വാസ്തവത്തില് സഹിഷ്ണുത എന്ന് പറയുന്നു. പക്വതയിലല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ആത്മീകമായ പക്വതയില്ലാത്ത ആളുകൾ വേഗത്തിൽ ഇടറിപ്പോവുകയും തങ്ങൾക്ക് ബോധിച്ചവണ്ണമൊക്കെ ഒരു സാഹചര്യത്തെ അവര് പ്രതികരിക്കുകയും ചെയ്യും. അത് വളരെ 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 അധികം ആളുകളിലും നമ്മളങ്ങനെ കാണാറുണ്ട്. എന്നാൽ പക്വതകളായ ആളുകൾ എന്ത് ചെയ്യുന്നു? അവര് സഹിഷ്ണുത ഉള്ളവരും ആ സഹിഷ്ണുതയിൽ തുടർന്നു പോകുന്നവരുമാണ്. വാസ്തവത്തില് ഈ അസഹിഷ്ണുതയും അവിശ്വാസവും ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സഹിഷ്ണുതയും വിശ്വാസവും ഒരുപോലെ യാത്ര ചെയ്യുന്ന പോലെ. എബ്രായർ 6:12 അപ്പോസ്തലൻ പറയുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ വാസ്തവത്തില് വാഗ്ദത്തം, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ നമുക്ക് സഹിഷ്ണുത വളരെ ആവശ്യമാണെന്ന്. വളരെ സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പം എബ്രായർ 10:36 അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവൻ ഇടറിപ്പോകുകയില്ല എന്ന് യെശയ്യാ 28:16 യെശയ്യാ പ്രവാചകനും പ്രസ്താവിക്കുന്നു. അപ്പൊ ദൈവം എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത് നമ്മള് ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കേണ്ടതിന് സഹിഷ്ണുത ഉള്ളവരായി ഇരിക്കണം എന്നുള്ളതാണ്. സഹിഷ്ണുതയിൽ കൂടിയാണ് വാസ്തവത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒഴുകി എത്തുന്നത്. വാസ്തവത്തില് ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ തന്റെ പരിശോധനയിൽ കാത്തിരിക്കുമ്പോൾ ആ പരിശോധനയുടെ ആത്യന്തികമായ അന്തം അത് നമുക്ക് ആശ്വാസവും ദൈവസന്നിധിയിൽ പ്രയോജനപ്രദവും കർത്താവിന് മഹത്വവും ആയിരിക്കും. വിശുദ്ധ ബൈബിളിൽ സഹിഷ്ണുതയ്ക്ക് ഹാനി സംഭവിച്ചത് മുഖാന്തരമായി ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒരുപാട് അനർത്ഥങ്ങൾ വരുത്തിവെച്ച പല ആളുകളെയും സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. അപ്പോൾ തന്നെ തന്റെ ക്ഷമ നഷ്ടപ്പെട്ടിട്ട്, അതായത് ദൈവം നൽകിയ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുന്നതിലേക്ക് നോക്കിയിരിക്കാതെ അവൻ ഇടയ്ക്ക് വെച്ച് മിസ്രൈമ്യ ദാസിയായ ഹാഗാറിനെ ഭാര്യയായി സ്വീകരിച്ചു. അത് മുഖാന്തരമായി ഇസ്മയിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. അത് വലിയ ദുഃഖവും സങ്കടവും
അബ്രഹാമിന്റെ കൂടാരത്തിൽ ഉളവാകുവാൻ മുഖാന്തരമായി എന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി 16 സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ ദാസനായിരുന്ന മോശ ദൈവത്തിന്റെ മുമ്പിൽ കയറി ഓടി. അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ മുമ്പിൽ കയറി ഓടിയതാണ് ഈ ഹാഗാറിനെ ഭാര്യയായി സ്വീകരിക്കാനും ഇസ്മായിൽ ജനിക്കാനും കാരണമായി തീർന്നത്. മോശ ദൈവത്തിന്റെ മുമ്പിൽ കയറി ഓടി. എന്താ സംഭവിച്ചത്? ഒരു മനുഷ്യനെ തന്നെ അവനങ്ങ് കൊന്നു, അടിച്ചു കൊന്നു. തുടർന്ന് 40 വർഷക്കാലം മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട് സഹിഷ്ണുതയുടെ പാഠശാലയിൽ അവൻ മച്ചുവീടായി തീരേണ്ടതായി വന്നു. പുറപ്പാട് 2 വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18:10 മുതൽ 11 വാക്കുകൾ വായിക്കുമ്പോൾ പത്രോസ് ഏതാണ്ട് ഒരു മനുഷ്യനെ മിക്കവാറും കൊന്നു. മഹാപുരുവിന്റെ ദാസനെ അവന്റെ വാളെടുത്ത് അവന്റെ കഴുത്തിനായിരിക്കും വെട്ടിയത്, കാത് മുറിഞ്ഞു എന്നാണ് വായിക്കുന്നത്. എന്നാൽ വാസ്തവത്തില് ദൈവസന്നിധിയിൽ സഹിഷ്ണുതയും സ്വഭാവശുദ്ധിയും പ്രാപിക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ക്ഷമാശീലത്തോടിയ ഒരു ജീവിതമാണ്. ജീവിതത്തിലെ പരിശോധനകൾ, വൈവിധ്യങ്ങളായ പരിശോധനകൾ, അതിലേറ്റവും പ്രയാസകരമായ പരിശോധനകൾ നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതിന്റെ ഫലമായി എന്ത് ചെയ്യുന്നു? നമ്മൾ സഹിഷ്ണുത മുഖാന്തരമായി ഉളവാകുന്ന സ്വഭാവശുദ്ധിയിലേക്ക് വരുന്നു. അങ്ങനെ നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരും ദൈവത്തിന് കൊള്ളാകുന്നവരുമായി മാറ്റപ്പെടുന്നു. വാസ്തവത്തിൽ പരിശോധനകൾ നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം അനുവദിക്കുന്ന ജീവിത സാഹചര്യങ്ങളാണ്. അതിന്റെ ആത്യന്തികമായ ഫലം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വവും. റോമാലേഖനം 15:4 നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ പഠനവും വിശ്വാസത്താലുള്ള കാത്തിരിപ്പും കൂടുതൽ നമ്മെ ക്ഷമാശീലനും ശക്തിയുള്ളവരും ആക്കി തീർക്കുന്നു എന്ന് വായിക്കുന്നു. ദൈവത്തിന്റെ ദാസനായ അബ്രഹാം, യോസഫ്, മോശ, ദാവീദ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഇവരെല്ലാവരും ജീവിതത്തിന്റെ അഗ്നിശോധനയാകുന്ന പരിശോധനകൾ കൂടി കടന്നുപോയിട്ടുള്ളവരാണ്. അവരുടെ എല്ലാം ജീവിതത്തിന്റെ അന്ത്യത്തിൽ ആ പരിശോധനകൾ ഏറ്റവും നന്മയ്ക്കായി ഉപകാരപ്രദമായി തീർന്നു എന്നും നാം മനസ്സിലാക്കുന്നു. ഈ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു മനസ്സ് ഒരു വിശ്വാസിക്ക് ഉണ്ടായാൽ ദൈവം നൽകുന്ന പരിശോധനകൾ അത് വാസ്തവത്തിൽ നമ്മെ ക്ഷമാശീലരാക്കുവാൻ, ദൈവമഹത്വത്തിന് പ്രയോജനമുള്ളവരായി നാം രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കേണ്ടതിന് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം അനുവദിക്കുന്ന ജീവിതത്തിന്റെ വൈവിധ്യങ്ങളായ കഷ്ടതകളാകുന്നു. ആസ പറഞ്ഞ പോലെ അതെന്റെ കഷ്ടതയാകുന്നു, അത്യുന്നതന്റെ വലങ്കൈ വരുത്തിയ സമരസങ്ങൾ തന്നെ എന്ന് ഗ്രഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. പരിശോധനകൾ ഒരിക്കലും നമ്മെ തോൽപ്പിക്കുവാൻ വേണ്ടിയല്ല, നശിപ്പിക്കുവാൻ വേണ്ടിയല്ല, ഇല്ലാതെയാക്കുവാൻ വേണ്ടിയല്ല, നമ്മിലൂടെ ദൈവത്തിന് മഹത്വം സമ്പാദിക്കുവാൻ ദൈവം ചെയ്യുന്ന ദൈവികമായ പ്രവൃത്തിയാണ്.